പ്രിയമുള്ളവരെ നമസ്കാരം. ഇതൊന്ന് കാണി. അടിപൊളി. എല്ലാ വീട്ടുകാരും പറഞ്ഞില്ല നമ്മളിത് കയറ്റി കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പൊ അതിനുള്ളത് കാണിച്ചു കൊടുത്തു. ഇതെന്താണെന്നറിയോ? ചൂരൽമലയിലെ ദുരന്ത ബാധിതർക്ക് ടൗൺഷിപ്പ് ഉണ്ടാക്കുന്ന ഗവൺമെന്റിന്റെ ഏരിയയിലേക്ക് എല്ലാ CPM-ന്റെ ബ്രാഞ്ചിലും മറ്റുള്ളിടത്തൊക്കെ പറഞ്ഞിട്ട് ഇവന്മാര് ഫാമിലി ആയിട്ട് ടൂറിസം പോലെ വന്നിക്കുകയാണ്. എന്തിനെന്നറിയോ? ഞങ്ങളിത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയണതിന്റെ ബാക്കി പത്രമൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ശരിക്കും മനസ്സിലാക്കണം. എങ്ങനെയുണ്ട് ഇത് കാണാന്? കണ്ടീഷനും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന്റെ ബാക്കി പത്രം നമുക്കൊന്ന് ചർച്ച ചെയ്ത് വെക്കാലോ. ഇവര് 780 കോടി രൂപ ആ ചൂരൽമല ദുരന്തം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം അവരെ കയ്യിൽ വന്നിട്ടുണ്ട്. അതിലൊരു 200 കോടി ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഒരു 5-6 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രൊജക്റ്റായിരുന്നു ഇത്. അത് 7-8 മാസം ചർച്ചകളുമായിട്ട് ഇവർ മുന്നോട്ട് പോയി. ആ ലീഗിനടക്കം നമുക്ക് ഒന്നിച്ചുണ്ടാക്കാന്ന് പറഞ്ഞ് ഡിലേ വരുത്തി. അവസാനം ഇത് ഉണ്ടാവാൻ പോണില്ല എന്ന് കണ്ടപ്പോൾ ലീഗ് പുറത്തിയാടി. അതിൽ പല കാരണങ്ങളുണ്ട്. 1500 റുപ്യയുടെ ഒരു സ്ക്വയർ ഫീറ്റിന് 3000 റുപ്യാണ് ഇവർ വില ഇടുന്നത്. അതിന് ടൗൺഷിപ്പ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് ലീഗേരോട് പൈസ വെച്ചു. അപ്പം അവർ പിരിച്ചത് 100 വീടിന് 38 ലക്ഷമാണ്. അവരെ കണക്ക് പ്രകാരം അത് 105 വീടുണ്ടാക്കാനുണ്ട്. ഇത് ഗവൺമെന്റിന്റെ കൂടി എത്ര വീടുണ്ടാക്കാം? അപ്പൊ ജനങ്ങളെ മുമ്പിൽ ലീഗ് ഒന്നിനും പറ്റാതെ ആവൂലേ? പകുതി വീടായി മാറും, 50 വീട്. അപ്പൊ ഇവർക്കിത് നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ അവർ പൈസ വന്നുകൊണ്ടിരിക്കണം, പൈസ നിർത്തിയതാ, ഞങ്ങൾക്ക് ഇനി അധികം പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ട്. ആ 8 മാസത്തോളം കഴിഞ്ഞ് അവര് അതിന്റെ പേപ്പർ വർക്ക് തുടങ്ങിയപ്പോൾ ഇതിനെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടായത്. എന്നിട്ടും അവർ മുന്നോട്ട് പോയപ്പോൾ ഗതി കെട്ടപ്പോൾ ഇവരും തുടങ്ങി. ഒരു ഗവൺമെന്റ് മിഷനറിക്ക് ഇതൊക്കെ തുടങ്ങാൻ ഓർഡർ ഇട്ടാൽ മതി. അതേ സമയത്ത് ഒരു പാർട്ടിക്കാണെങ്കിലും ഒരു വ്യക്തിക്കാണെങ്കിലും ഒരുപാട് കടമ്പകൾ കിടക്കാണ്ട്, പ്രത്യേകിച്ച് വയനാട് പോലുള്ള ഒരു പ്രദേശത്ത്. എന്നിട്ട് ഇപ്പോ ഇലക്ഷൻ അടുത്തപ്പോൾ ജനങ്ങളെ മുമ്പ് പിടിച്ചെടുക്കാൻ പറ്റൂലല്ലോ. ഇവർ എല്ലാ രാഷ്ട്രീയക്കാരും അതിൽ കേമന്മാരാട്ടോ. പ്രബുദ്ധ കേരളം, പ്രബുദ്ധ കേരളം, പ്രബുദ്ധ കേരളം എന്ന് പറയും. കഴുതകളാണ് കേരളത്തിലെ നേതാക്കന്മാര്. അത് കണ്ടാണല്ലോ കഴുതകൾക്ക് ആരാ നേതാവാകുക? കഴുതയാണ്. നമ്മളെ നേതാക്കൾ കഴുതയായത് അതുകൊണ്ടാ. ഒരു പുലിക്കൂട്ടത്തിന് പുലി നേതാവാകും, ഒരു സിംഹക്കൂട്ടത്തിന് സിംഹമായിരിക്കും നേതാവാ. കഴുതക്കൂട്ടത്തിന് കഴുത നേതാവാകുള്ളൂ. പക്ഷെ 9.5 കൊല്ലം ഇവർ ഈ പ്രബുദ്ധത പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് കുറച്ച് പ്രബുദ്ധത വരാൻ തുടങ്ങി. അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ വന്നത്. ഇതേ പ്രബുദ്ധത പശ്ചിമ ബംഗാളിൽ വരാൻ 35 കൊല്ലം എടുത്തുട്ടോ. അപ്പൊ കേരളം പ്രബുദ്ധ കേരളം തന്നെയാണ്, പറയാതിരിക്കാനും പറ്റൂലല്ലോ. ലോകവുമായി നമ്മൾ ബന്ധപ്പെടുത്തേണ്ട, നമ്മളെ ഇന്ത്യയായി ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ പ്രബുദ്ധ കേരളമാണ്. ഈ പ്രബുദ്ധ കേരളത്തില് ഇപ്പൊ ഇവർ ഉഡായിപ്പുമായിട്ട് വന്നിക്കുക. ടൂറിസം അല്ലേ അവിടെ നടക്കണത്. ഒന്നിച്ച് കോഴിക്കോട്ടുനിന്നും അവിടുന്നും ഇവിടുന്നും ഒക്കെ ലോക്കൽ സെക്രട്ടറിമാരും കുടുംബങ്ങളും ഒക്കെ കൂടി വരുമ്പോൾ ഇതിന്റെ പിന്നിൽ എത്ര ദിവസത്തെ പണി ഉണ്ടാവും? ഞാൻ പിണറായിയുടെ വാക്കെന്നെ കടെടുത്ത് പറയട്ടെ, നിങ്ങളൊക്കെ അന്നം തിന്നണ കൂട്ടത്തിലല്ലേ? ഒരല്പം ഉളുപ്പെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? കൂടുതലൊന്നും പറയണില്ല. അപ്പൊ പിന്നെ കാണട്ടോ, ഇവന്മാരെ ഉടായ്പ നമുക്ക് ഇടക്കിടക്കൊക്കെ ഒന്ന് പൊളിച്ചെടുക്കേണ്ടി വരും.